ഹലോ ഗായ്സ്, എല്ലാവർക്കും കോളംബ്ലക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോണത് ക്രിക്കറ്റിൻ്റെ ഒരു ഗെയിം ഇട്ടായിരുന്നു. അതിനകത്ത് T20 ആണ്, ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാനാണ്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. നമ്മൾ ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഇട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെയുള്ളൊരു ഗെയിമാണ്. അപ്പോൾ ഇത് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ്റെ T20 ആണ്. അപ്പോൾ നമുക്ക് ആര് ജയിക്കുമെന്ന് നോക്കാം. ഗേസ് അപ്പോൾ ടോസ് ഇടുവാണ്. ഫസ്റ്റ് ടോസ് ഇട്ടിട്ടുണ്ട്. ആർക്കാണ് കിട്ടിയെന്ന് നോക്കാം. നമുക്കാണ് കിട്ടിയത്. നമ്മൾ ബാറ്റിംഗ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് രോഹിത് ശർമ്മേനെയും വിരാട് കോഹ്ലിനെയും ഇറക്കാം യെസ്. അപ്പോൾ അതേ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വന്നിട്ടുണ്ട്. ഇതാണ് രണ്ടുപേരും. യെസ്. അപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെയാണ്. ഫസ്റ്റ് ബോളറുമാണ്. ഓ ഗേസ്, 6. ഫസ്റ്റ് ബോൾ തന്നെ 6 ഗേസ്. കഴിഞ്ഞ പ്രാവശ്യം കളിച്ചപ്പോൾ എനിക്കധികം കളിക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് പ്രാക്ടീസ് ആയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇച്ചിരി അറിയാം കളിക്കാനൊക്കെ. അടുത്ത പന്ത് ഓടാം. അയ്യോ, പൊട്ടിയ ഇല്ല ഗേസ്, നോട്ട് ഔട്ട്. പേടിച്ചു പോയി. നോട്ട് ഔട്ടാണ്, പക്ഷേ ഞങ്ങൾ ഇത് പൊട്ടിയെന്ന് ഇല്ല. പുറകോട്ട് ഇട്ടുണ്ട്. ഓടാം. അവന്മാർ പിടിച്ചില്ല. എന്താണ് അവൻ നോക്കിക്കണത്? അറിയാണ്ട് അവനവിടെ നോക്കിക്കണ് പന്ത്. അടുത്ത പന്തറിയാം. അല്ല, അടുത്ത പന്ത് അടിക്കാം. 6 അല്ലേ? 6 ഗായ്സ്, അതും 6 ആയി. എൻ്റെ ആഗ്രഹം ഇത് ഈ മാച്ച് ഫുള്ള് 6 അടിക്കണം എന്നാണ്. പറ്റൂല. പുറകോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഓടാം. 2 റൺ. യെസ്, വൈഡും കിട്ടി, 2 റണ്ണും കിട്ടി. യെസ്, വാ. അപ്പോൾ അടുത്തല്ല, വൈഡായിരുന്നു. അതും 6 ആണ്. 6 ഗൈസ്, ഫുള്ള് 6 ആണ്. അടിച്ചെടുക്കുകയാണ് ഇന്ത്യ. അടുത്ത വന്ന് ഇപ്പോൾ എത്ര ഓവർ? ഒരു ഓവറായിട്ടുണ്ട് ഒരു ഓവർ ലാസ്റ്റ് വന്നും 6 അടിച്ച്. ഇത് പാകിസ്ഥാൻ്റെ ആണ് ബോളേഴ്സ്. ഇപ്പോൾ രോഹിത് ശർമ്മയാണെന്നാണ് ബാറ്റ് ചെയ്യുന്നത്. 6 4 ഗേസ്. കുഴപ്പമില്ല, 4 ആയി. ഒരു ഓവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഓവറാണ്. ഇപ്പം നമുക്ക് 33 റൺസ് ഉണ്ട്. 4 ആയി, അതും 4 ആയി. അതും 4 ആയി ഗേസ്. ഹാട്രിക് ആയിട്ടാണ് 4ൻ്റെ. അപ്പോൾ അടുത്ത വന്ന് അടിച്ച് 6 അടിക്കാം. യെസ്, ബാക്കിലേക്ക് 6 പോയിട്ടാ ഗേസ്. അങ്ങനെ അടിക്കാൻ പറ്റുമായിരുന്നില്ലേ? ഞാനിപ്പോഴും സൈഡിലേക്കാണ് 6 അടിക്കണത്. ഇപ്പോഴാണ് മനസ്സിലായ ബാക്കിലേക്ക് 6 അടിക്കാന്ന്. ഗേസ്, വീണ്ടും 6ൻ്റെ പൂരമാണ്. അടുത്ത ബോൾ. യെസ്, അതും 6 ഗായ്സ്. 53 റണ്ണായിട്ടാ. ഹാഫ് സെഞ്ചുറി ആയി ടീം പാകിസ്ഥാൻ ബോൾസ്. അപ്പോൾ അടുത്ത പന്ത് നോക്കാം. 4 ആയി ഗേസ്. 4 ആണ്, 6 ആയില്ല. കുഴപ്പമില്ല. അത് വിക്കറ്റായി ഗേസ്. ക്ലിയർ ബോൾ നേരെ വന്ന് പൊട്ടി. ആരാ പോയത്? വിരാട് കോഹ്ലിയാണ് ഗേസ് പോയത്. ക്ലീൻ ബോളായി. അടുത്ത ആൾ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആരാണ് കേട്ടാ? 4 ആയി ഗേസ്. അടുത്ത ബോൾ. അയ്യോ, വിക്കറ്റോ? ഇല്ല ഗേസ്, വിക്കറ്റായില്ല. അപ്പോൾ നമ്മുടെ രോഹിത് ശർമ്മ ഇപ്പോഴും ഔട്ടായിട്ടില്ല കേട്ടോ. അപ്പർ ഉണ്ട്. ഓടിക്കോ. ഒരു പ്രാവശ്യം കൂടെ റൺ എടുക്കാം. 2 റൺസ് കിട്ടി. വൈഡായി. യെസ്, അപ്പോൾ 3 റൺ കിട്ടി മൊത്തം. അപ്പോൾ 70 റണ്ണായിട്ടാ. ഇല്ല, പറത്താൻ പറ്റിയില്ല. 71 ആയി. നമ്മുടെ ലാസ്റ്റ് ബോളാണ്. നമ്മുടെ ബാറ്റിങ്ങിലെ ലാസ്റ്റ് ബോളാണ്. അടിച്ച് പുറത്താം കേസ്. ലാസ്റ്റ് ബോളല്ലേ? 6.
യെസ് ഗായ്സ് 6. അപ്പോൾ നമ്മുടെ ബാറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് ആണ്, നമ്മുടെ ബോളിങ്ങും. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ദേ പാകിസ്ഥാൻ്റെ 2 പ്ലെയേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഇന്ത്യയിൽ നമുക്ക് ആരെ ഇറക്കണം, നമുക്ക് ബോൾ ചെയ്യാൻ ജാസ്പ്രിറ്റ് ബൂമറേനെ ഇറക്കാം, അതാണ് അടിപൊളി. യെസ്, അപ്പോൾ നമ്മൾ ജാസ്പ്രിറ്റ് ബൂമറേനെയാണ് ആദ്യം ഇറക്കിയേക്കണത് ബോൾ ചെയ്യാൻ. യെസ്, അറിയാം. പിടിച്ച് പിടിച്ചിട്ടുണ്ട്, ഒന്നും എടുക്കാൻ പറ്റിയില്ല. അടുത്ത ബോൾ അറിയാം. ഇവന്മാർക്ക് മര്യാദക്ക് ഇട്ട് കൊടുത്ത ഇവന്മാർ കുറേ 6 അടിച്ച് നേടും കുറേ. അതുകൊണ്ട് ഞാൻ മര്യാദക്ക് ഇട്ട് കൊടുക്കത്തില്ല. കണ്ട, മര്യാദക്കൊന്ന് ഇട്ട് കൊടുത്തപ്പോഴേക്കും 4 അടിച്ച്. അതുകൊണ്ട് ഞാൻ വളഞ്ഞ രീതിയിലാണ് ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ അവന്മാർക്ക് അടിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ ബോൾ പിടിച്ച് ആദ്യത്തിന് ഇന്ത്യ പ്ലേയേഴ്സൊക്കെ ചാടി പിടിക്കുവാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ട് കുഴപ്പമില്ല. ഇപ്പോൾ എറിയണത് ജാസ്പ്രിറ്റ് ബൂമറാട്ടോ. 4 ആയി. 4 അല്ലേ. നമ്മുടെ ടാർഗറ്റ് 78 അവരുടെ. 8 എടുത്തിട്ടുള്ളൂ. ഇനി 70 റൺസും കൂടി എടുക്കണം. ഓടി. യെസ്, ഒരു റൺ എടുത്ത്. നമുക്ക് എറിഞ്ഞു നോക്കാം. 4 ആയി ഗൈസ്. 6 അവന്മാരടിക്കത്തില്ല. ഒരു ഓവറായ അടുത്ത ആരെ കൊണ്ട് എറിയിപ്പിക്കും? ഹാർദിക് പാണ്ഡ്യനെ കൊണ്ട് എറിയിപ്പിക്കാം അടുത്ത ഓവർ. ഒരു ഓവറും ഒരു പന്തുമായിട്ടുണ്ട്. വിക്കറ്റ് എടുക്കണം, അതിനാണ് ഞാൻ ഇങ്ങനെ എറിയണത്. പിടിച്ച് ഇവരൊന്നും ഇങ്ങനെ പിടിക്കത്തില്ല. ഇവരൊക്കെ ബോൾ പുറകെ വന്നാലും ഇങ്ങനെ നോക്കിക്കത്തുള്ളൂ. അന്നേരം കണ്ടില്ലേ, ഞാൻ അടിച്ചിട്ട് ബോൾ കയ്യിൽ നിന്ന് പോയിട്ട് നോക്കി നിന്നിട്ട് വേറെ ഒരുത്തം വന്നിട്ട് എടുത്തിട്ട് അതും പിടിച്ച്. അടിക്കാൻ സമ്മതിക്കത്തില്ല, നമ്മൾ 4 അടിക്കാൻ സമ്മതിക്കത്തില്ല, ചാടി പിടിക്കും. ഒരു ഓവർ കഴിയാറായിട്ടുണ്ട്. സമ്മതിക്കത്തില്ല, അടിക്കാൻ സമ്മതിക്കത്തില്ല, നമ്മൾ റൺസ് അനക്കത്തില്ല. ലാസ്റ്റ് ബോളല്ല, സമ്മതിക്കത്തില്ല ഗായ്സ്. കണ്ടാന്ന് അങ്ങോട്ട് ആ സൈഡിലേക്ക് തന്നെയാണ് പോണത്. ബോളാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്താ 6 അടിക്കോ? 4 ആയുള്ളൂ, 6 ആയില്ല, 4 ആയി. അടുത്തത് നമുക്ക് രോഹിത് ശർമ്മേനെ കൊണ്ട് എറിയിപ്പിക്കാം. നോക്കട്ടെ. ഫസ്റ്റ് ഇത് ലാസ്റ്റ് ഓവറാട്ടോ. അവരിപ്പോഴും 17 റൺസ് എടുത്തുള്ളൂ. ഇനി എന്തെടുക്കാനാണ് ഇതിന്ന്? ഇപ്പോൾ 18 റണ്ണായിട്ടാ. 18 റണ്ണായി. എങ്ങനെ 18 എടുത്തോ? നോ ബോൾ ഫ്രീ ഹിറ്റുമായി. 19 റണ്ണല്ല, ഫ്രീ ഹിറ്റായി. പക്ഷെ ബോൾ തീർക്കാൻ നോക്കുമ്പോഴേക്കും ഫ്രീ ഹിറ്റ് നോ ബോളിന് ഞാൻ അറിയാണ്ട് അവിടെ ആയിപ്പോയി. ഫ്രീ ഹിറ്റ് പോയി. അടുത്ത അതും പിടിച്ച് ഇനി 2 പന്തും കൂടി. അയ്യോ, ഇപ്പോൾ നോ ബോൾ ആയാനെ, അല്ല ഇപ്പോൾ ഫ്രീ ഹിറ്റ് ആയാനെ. ഒരു റണ്ണെടുത്ത്. ഇപ്പോൾ 20 റണ്ണായിട്ടുള്ളൂ. ഇനി 78 റണ്ണെടുക്കണം. പറ്റത്തില്ല, ആകെ ഇനി ഒരു ബോളുള്ളൂ. ഇനി ഒരു ബോളിൽ അങ്ങനെ 78 റൺ. അപ്പോൾ അത് കേസ് നമ്മൾ ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഉറപ്പിക്കാൻ വരട്ടെ, നോക്കാം. പിടിച്ച് എനിക്ക് തോന്നുന്നത് ജാസ്പ്രിറ്റ് ബൂമറാന്ന്. കണ്ട, ഇന്ത്യ 1/58 റൺസ് ജയിച്ചിട്ടുണ്ട് കേസ്. മാച്ച്
സമ്മറി. അപ്പോൾ ഗേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ കാണാം. ബൈ ബൈ.